വളരെ കൂടുതലായി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണം മാത്രമാണ്. എന്തോ എന്നറിയില്ല, ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിലായിട്ട് പല വിധങ്ങളിലുള്ള മരണങ്ങൾ നമ്മൾ കാണുകയാണ്. അപകട മരണങ്ങൾ, ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരണത്തിന് വിധേയമാകുന്നവർ, പ്രായം നോക്കിയല്ല ഇപ്പോൾ നമ്മുടെ ഇടയിൽ മരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ വർഷങ്ങളായി രോഗികളായി കിടക്കുന്നവരുണ്ട്. അവരങ്ങനെ തന്നെ കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം. എന്നാൽ ചെറുപ്പത്തിൽ 20 മുതൽ 40-ൻ്റെ ഇടയിൽ ഉള്ള മരണം ഇപ്പം വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്നത് ഒരു പുതിയ കണക്കാണ്. ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് ആലോചിക്കാനും ഒക്കെ ഉണ്ട് ഇതിൽ. ഇത് വല്ലാത്ത ഒരു പ്രതിഭാസമാണ്. ഒരു കവി പാടിയതുപോലെ, ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എത്രയോ ആളുകൾ, ഫകം മിൻ സഹീഹിൻ, എത്രയെത്ര അരോഗദൃഢഗാത്രരായ, ഒരസുഖവുമില്ലാത്ത എത്രയോ ആളുകൾ, മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു കാരണവുമില്ലാതെ, ഒരു ഇല്ലത്തുമില്ലാതെ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ വകം മിൻ സഖീമിൻ, രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ, ആശ ഹീനം മിൻ അദ്ദഹരി, കാലങ്ങളോളം അവർ ബെഡിൽ കഴിഞ്ഞുകൂടുകയാണ്. വേദനകൾ കടിച്ചമർത്തി, രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട്, മാറാരോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വേദനകൾ കടിച്ചമർത്തി ബെഡുകളിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകൾ. അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, താൻ തൻ്റെ സ്വപ്നമായി കരുതി വച്ചിട്ടുള്ള തൻ്റെ ഒരു ജീവിതാഭിലാഷം എന്ന നിലയിൽ തൻ്റെ ഒരാഗ്രഹമാണല്ലോ ഒരു കല്യാണം എന്ന് പറയുന്നത്. തൻ്റെ ആ വിവാഹത്തിൽ താൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ എത്രയെത്ര തരുണീ മണികളാണ്. അവരവരുടെ ഭാര്യയെയും ഭർത്താവിനെയും കൊതിയോടുകൂടി കാത്തു നിൽക്കുന്നു. എന്നാൽ വഖദ് ഖബലത്ത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, ആ നിർണയിക്കപ്പെട്ട ഒരു രാത്രി എന്ന്, ആദ്യ രാത്രി എന്ന് നമ്മൾ പേര് വിളിക്കുന്ന ആ ഒരു സുദിനം, നേർക്ക് നേരെ കണ്ടുമുട്ടാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങുന്ന എത്രയെത്ര തരുണീമണികളുടെ കഥകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇത്തിരി ആലോചിക്കണം, ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്ത് സൂചന നൽകുന്നു. വലഖദ് അലിംനൽ മുസ്തഖ്ദമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഖരീൻ. എന്നാൽ നിങ്ങളിൽ ആരൊക്കെ മുൻപേ കടന്നുപോയി എന്നും ആരൊക്കെ ഇനി വരാനുണ്ട് എന്നും വളരെ കൃത്യമായി നമുക്കറിയാം എന്ന് അള്ളാഹു പറയുകയാണ്. എത്രയോ ആളുകൾ മരണത്തിന് കീഴടങ്ങി തിരിച്ചുപോയി. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ പലതും പറഞ്ഞിരുന്നു, അവർ പലതും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവരുടെ പ്രതീക്ഷകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ, അവരുടെ ആഗ്രഹങ്ങൾ അത് പൂവണിയാതെ, സഫലീകരിക്കാതെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരമേകി അവർ തിരിച്ചുപോയി. അങ്ങനെ നേരത്തെ കടന്നുപോയിട്ടുള്ള ആളുകളും, അതേപോലെ ഇനി ബേക്കിൽ പിന്നീട് ആരൊക്കെ വരാനുണ്ട്, പടിപടിയായി ഘട്ടം ഘട്ടമായി അള്ളാഹുവിലേക്ക് അടുത്തു നിൽക്കുന്ന ആളുകൾ ആരൊക്കെ എന്ന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ചാർട്ട്. ആ ചാർട്ട് നോക്കിയിട്ട് ഓരോ ദിവസവും അള്ളാഹു തആല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദപ്പെട്ട മലക്കുകൾ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ മരിക്കുകയാണ്. ഉറക്കം മരണമാണ് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ആ ചാർട്ട് അനുസരിച്ച് ആരൊക്കെയാണ് തിരിച്ചു അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ,
അത് കൃത്യമായി നോക്കി ആ ചാർട്ട് അനുസരിച്ച് മൗത്തിനെ പിടിച്ചു വെക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം അത് ഇത്തിരി കൂടി കാത്തു നിൽക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ ഭൂമിയിലേക്ക് അല്ലാഹു തആല വീണ്ടും വീണ്ടും നമ്മെ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ പ്രഭാതത്തിന്റെ പുലരിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാന ബഅദമാ അമാതനാ, ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു, ആ മരണത്തിൽ നിന്ന് ജീവൻ നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ നേരം പുലരുമ്പോൾ എഴുന്നേൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അല്ലാഹു തആല വളരെ കൃത്യമായി ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനറിയാം ആരൊക്കെ പോകണം, ആരൊക്കെ പോകണ്ട, ആരെയൊക്കെ തിരിച്ചു വിളിക്കണം, വളരെ കൃത്യമായി അള്ളാഹുവിനറിയാം. എന്നാൽ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക അൽ ഖുൽദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയി അല്ലാഹു പറയുകയാ, വമാ ജഅൽനാ ലിബശരിൻ, ഒരു മനുഷ്യനെയും നാം ഇവിടെ വെച്ചേച്ചിട്ടില്ല, ഇവിടെ നിർത്തിയിട്ടില്ല, മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ഒരാളെയും ഇവിടെ നിർത്തിയിട്ടില്ല. എങ്ങനെ? അൽ ഖുൽദ, ശാശ്വതത്വം നൽകിക്കൊണ്ട്. കാലാകാലം ലോകാവസാനം വരെ അവനവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാളെയും അല്ലാഹു തആല ഇവിടെ നിർത്തിയിട്ടില്ല എന്ന കൃത്യമായ സത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു. ഒരാൾക്കും ഇവിടെ ശാശ്വതത്വമില്ല. ഉദയമുണ്ടോ, അസ്തമയമുണ്ട്, ജനനമുണ്ടോ, മരണമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ നടപടിക്രമങ്ങൾ, നമ്മുടെ നീക്കുപോക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ കാലാകാലവും ഇവിടെ തന്നെ നിൽക്കാം, എനിക്ക് പ്രത്യേകമായ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അറിയണം, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചാലും, വളരെ പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചതുപോലും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രേഖ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖറത്. ഓരോ ആത്മാവും കൃത്യമായി അറിയും ഞാൻ എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന്. ഇനി എന്തൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് സമ്പത്തുണ്ടായിരുന്നു, കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ലല്ലേ, മരണത്തിന് കീഴടങ്ങിപ്പോയി. കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് കൊടുക്കാതെ പോയ രേഖ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. ചെയ്യണമെന്ന് വിചാരിച്ചത് ചെയ്യാതെ പോയത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. വകുല്ല ശൈഇൻ ഫഅലൂഹു ഫിസ്സുബർ, ചെയ്തതെല്ലാം കൃത്യമായി ആ ഏടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, എത്ര ചെറുതാണെങ്കിലും ശരി, അതെത്ര വലുതാണെങ്കിലും ശരി, അത് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രേഖ നാളെ നമ്മുടെ മുമ്പിൽ നിവർത്തപ്പെടുമ്പോ അലിമത്ത് നഫ്സുൻ മാ അഹ്ലറത്, കൃത്യമായി തയ്യാറാക്കി കൊണ്ടുവന്നത് അവിടെ അറിയുന്നതാണ്. ഞാനും അറിയും, നിങ്ങളും അറിയും, ഓരോരുത്തരും അറിയും എന്തൊക്കെ ചെയ്തുവെന്ന്. എനിക്ക് കിട്ടിയ, അള്ളാഹു നൽകിയ എൻ്റെ ആയുസ്സിൽ എൻ്റെ ഈ ആരോഗ്യകരമായ ഏറ്റവും നല്ല ഒരു സമയം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ദീനിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം മാത്രം മതി നമ്മെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കുവാനും. അല്ലാഹു തആല പറയുന്നു, വനക്തുബു മാ ഖദ്ദമു വആസാറഹും, മുൻപിൽ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നാം എഴുതി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകൂല? സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ഇന്നത്തെ ഏറ്റവും ന്യൂജൻ ആളുകളെ പഠിപ്പിക്കുകയാ, അങ്ങനെയൊന്നില്ല, ഖിയാമമെന്നൊന്നില്ല, അങ്ങനെ ഒരു വിചാരണ ഇല്ലടോ, ഖബറിൽ ഒരു ശിക്ഷ ഇല്ലടോ എന്ന് ഒരു പണിയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നു കൊണ്ട് വലിയ വലിയ ബഡായികൾ പൊട്ടിച്ച് ആളുകളെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിന്റെ പച്ചയായ സത്യം, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൃത്യമായ അനുഭവങ്ങൾ തള്ളിപ്പറയാനും അത് പ്രചരിപ്പിക്കാനുമാണ് ആളുകൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സമയത്ത് ഒരു മയ്യത്ത് മറവ് ചെയ്ത്, ആ മയ്യത്ത് മറവ് അതിന്റെ മേലെ ഇരുന്നു കൊണ്ട് കരയുന്ന ഒരു കരച്ചിൽ സഹാബികൾ കാണുകയാ. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയിട്ട്
ആ ഖബറിന്റെ മീതയിട്ട പുതിയ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് സകലവും നനഞ്ഞു കുതിർന്നു പോയ ഒരു അവസരം. അത്രയും പ്രവാചകൻ കരഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഈ വ്യക്തി, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ശിക്ഷ എനിക്ക് അള്ളാഹു അറിയിക്കപ്പെടുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. നോക്കൂ നിങ്ങൾ, ഇത്രയും സത്യമായ, ഇത്രയും വ്യക്തമായ ഒരു കാര്യം സമൂഹത്തെ പഠിപ്പിച്ച പ്രവാചകൻ, എന്നിട്ട് അതിൽ വിശ്വസിക്കണ്ടയല്ലേ, തോന്നിയതുപോലെ ജീവിക്കണമത്രേ, എന്നിട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാ. അങ്ങനെയൊന്നില്ല. ഏതെങ്കിലും ഒരാൾ ചോദിക്കുന്ന ചോദ്യ, ഏതെങ്കിലും ഒരാൾ ഖബറിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടോ? എന്താണ് ഉത്തരം പറയുക? ഇല്ല എന്നല്ലാതെ എന്ത് ഉത്തരം പറയും? ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകോൽ, ഇവിടെയാണ് തൗഹീദിന്റെ അളവുകോൽ, ഇവിടെയാണ് ഇഖ്ലാസിന്റെ അളവുകോൽ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും. കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രേഖ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ല, ഒരാളും ആഗ്രഹിക്കുന്നില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയും, അങ്ങനത്തെ കുറിച്ച് നിങ്ങൾ പറയല്ലേ, അത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി എത്തുന്നവർ എത്രയാളുണ്ട് നമ്മൾ ആലോചിക്കുക. പക്ഷേ നിനക്ക് ശരീരത്തിന് ഉന്മേഷം കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാ ദിവസവും ഇന്ന സമയത്ത് നീ എത്തിച്ചേർന്നാൽ 10 മിനിറ്റ് മാത്രം ഞങ്ങളോടൊപ്പം നിന്നാൽ നിനക്ക് ആരോഗ്യ ദൃഢഗാത്രനായി ജീവിക്കാം എന്നൊരാൾ പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പേ നമ്മൾ എത്തിച്ചേരും. എന്നിട്ട് എക്സസൈസിൽ നമ്മൾ പങ്കെടുക്കും, അവരുടെ കൂടെ നമ്മൾ നിൽക്കും. എന്നിട്ട് നമ്മുടെ രീതി എന്താ? ഈ ദുനിയാവാണല്ലോ നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. എന്നാൽ നമ്മൾ ആരും മരണത്തെ ആഗ്രഹിക്കുന്നില്ല എന്നത് വളരെ സത്യമാണ്. ഖുർആൻ തന്നെ പറയുന്നു, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. 1000 കൊല്ലം ജീവിക്കണമത്രേ, 1000 കൊല്ലം. ഇത് ജൂതന്റെ ചിന്തയാ. ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചത്. ഇത് ജൂതന്റെ ചിന്തയാണ്, 1000 കൊല്ലം ജീവിക്കുക എന്നത്. ഇനി അതല്ല, പ്രവാചകരെ താങ്കൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉദ്ധരിക്കുന്നു, കൊൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കാനത്തിലക്കും ഉദ്ദാറുൽ ആഖിറ, നിങ്ങൾക്ക് തന്നെയാട്ടോ പരലോകം. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായതുണ്ട്. ഖാലിസത്തൻ മിൻ ദൂനി നാസ്, വേറെ ഒരു കൂട്ടർക്കും കിട്ടാത്തത് നിങ്ങൾക്ക് തന്നെയാണ് എന്നൊരാൾ പറഞ്ഞാൽ അവിടെ പോലും നമ്മൾ അവരോട് പറയുന്നു, ഫതമന്നൗൽ മൗത, നീ ഒന്ന് മരണത്തെ ആഗ്രഹിക്കൂ. ദുനിയാവിൽ കഴിഞ്ഞു, പരലോകത്തുള്ളതും നിനക്കാ, എന്നാലെങ്കിലും നീ മരണത്തെ ഒന്ന് ആഗ്രഹിക്കൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് പറഞ്ഞാലോ? ഖുർആൻ തന്നെ മറുപടി പറയുന്നു, വലൻ യതമന്നൗനഹു അബദാ, വലൻ യതമന്നൗനഹു അബദാ. ഒരാളും ആഗ്രഹിക്കൂല. എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഒരാളും ആഗ്രഹിക്കൂല. കാരണം എന്താ? ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ മുമ്പ് ചെയ്തു വെച്ചു പോയത് അങ്ങനെയാണ്. മുമ്പ് ചെയ്തു പോയ ചെയ്തികളെ കുറിച്ച് ഓർത്തിട്ട് അവർ മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വല്ലാഹു അലീമും ബിൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നവനാണ്. അപ്പോൾ വിഷയം ഒരു സത്യമാണ് മരണം. ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടും. ആ ഒരു സത്യം യാഥാർത്ഥ്യമാണ് എങ്കിൽ നമ്മൾ പിന്നെ കാത്തു നിൽക്കരുത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമലുകൾ ചെയ്യാൻ നമ്മൾ കാത്തു നിൽക്കരുത്. കിട്ടുന്ന അവസരങ്ങൾ, കിട്ടുന്ന സന്ദർഭങ്ങൾ കൃത്യമായി അത് ചെയ്യണം. ഇന്ന് ഈ പള്ളിക്ക് വേണ്ടി ഒരു കലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ സമയത്ത് അത് ചെയ്യണം. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്ത പ്രാവശ്യം തരാം, അതിനിവിടെ സമയമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടുക്ക് മരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതും അതാ. നേരം വെളുത്താൽ എടോ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട, എടോ വൈകുന്നേരമായാൽ വീണ്ടും ഒരു പുലരിയെ നീ പ്രതീക്ഷിക്കണ്ട. കാരണം എപ്പോഴും മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും.
അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏതൊരമൽ ചെയ്യാൻ തീരുമാനിച്ചാലും നീ താമസിപ്പിക്കരുത്. ഒരു ഹംദ് പോലും ഇവിടെ ബാക്കി വെച്ച് നീ മരണപ്പെടരുത്. അങ്ങനെയുള്ള ഒരു നിർബന്ധം നമ്മൾക്കുണ്ടാകണം. അല്ലെങ്കിലോ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ. ഈ കാഫിറിന്റെ ഈ ചിന്ത നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാഫിർ പറയുന്ന ഒരു വർത്തമാനമാണ്, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം അവന് കൃത്യമായി ഖുർആൻ വരച്ചു കാണിച്ചു കൊടുക്കുന്നു. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. അവൻ ചെയ്തു പോയ കാര്യങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു ദിവസം അവന് വരാനുണ്ട് എന്ന ബോധ്യമാണ് ഏതൊരാളെയും നയിക്കേണ്ടത്. അതിനാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. നാളെ എനിക്ക് എന്തുണ്ട് എൻ്റെ കയ്യിൽ, നാളെ എനിക്ക് രക്ഷ കിട്ടാൻ, എനിക്ക് മോക്ഷം കിട്ടാൻ എൻ്റെ കൈവശം എന്തുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ടാണ് ഏതൊരു വിശ്വാസിയും ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, ഇന്ന അഅ്മാറ ഉമ്മത്തി ബൈന 60 വ 70. 60-70 ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്സെങ്കിൽ ആർക്കെങ്കിലും അധികം കിട്ടിയാൽ അത് അള്ളാഹുവിൻ്റെ അപാരമായ ഒരനുഗ്രഹമെന്നോ ഒരോഫറെന്നോ വേണമെങ്കിൽ നമുക്കതിനെ കരുതാം. എന്നാൽ നമ്മളറിയണം മേൽപോട്ട് പോകുന്ന ശ്വാസം കീഴ്പോട്ട് വരാൻ കഴിയുന്നില്ല. അത്രക്ക് ദ്രുതഗതിയിലാണ് അള്ളാഹു മൗത്തിനെ പിടിക്കുന്നത്. അതിനേർപ്പാട് ചെയ്തിട്ടുള്ളവർ ആ കൃത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് സമയവും പരിശുദ്ധമായ റമളാനിൻ്റെ ആ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. എനിക്ക് പലതും ചെയ്യാനുണ്ട്, പലതും ചെയ്യണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം ശുദ്ധമാക്കി കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ഒരു ഹൃദയം നേടിയെടുക്കണം നമ്മൾക്ക്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുകയാ. ആ ഒരു അവസരമാണ് നമ്മൾക്ക് കിട്ടുന്നത്. നല്ല ഒരു നിയ്യത്തോടു കൂടി, നല്ല ഒരു തീരുമാനത്തോടു കൂടി റമളാനിനെ വരവേൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് നല്ല നിയ്യത്ത് വേണം, നല്ല തീരുമാനം വേണം. അങ്ങനെ കൃത്യമായി ഏൽപ്പിക്കപ്പെട്ട ഓരോ സംഗതികളും ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻളുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മോടായി പറഞ്ഞ ഒരു വാചകം, ലാ യൻളുറുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും. വലാകിൻ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ അമലുകളിലേക്കാണ്. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയോ ഏതെങ്കിലും വിധേന പേരോ പ്രശസ്തിയോ കിട്ടണം എന്നാഗ്രഹിച്ചു കൊണ്ടല്ല നമ്മൾ അമലുകൾ ചെയ്യേണ്ടത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്നെ ആളുകൾ എന്തു മനസ്സിലാക്കും, എന്നെ ഈ ദേശത്തുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്ന് മനസ്സിലാക്കിയിട്ടല്ല. ഞാൻ ഇബാദത്ത് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷ നേടാൻ കഴിയൂ. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരം അത്
ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസങ്ങളിലോ പ്രത്യേകമായ മാസങ്ങളിലോ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് വളരെ കൃത്യമായി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ജമാഅത്ത് നമസ്കാരം ബാങ്ക് കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്തണം എന്നത് നിർബന്ധമായ ഒരു സംഗതിയാണ്. അന്ധനായ സഹാബി ഇരിക്കുന്ന സദസ്സിൽ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ, എനിക്ക് കണ്ണ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒഴിവ് കഴിവ് കൊടുത്ത പ്രവാചകൻ വീണ്ടും ഉമ്മു മക്തൂമിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല, നിന്റെ വീട്ടിൽ ബാങ്ക് കേൾക്കുന്നുണ്ടോ? അപ്പം അതേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നീ പള്ളിയിലെത്തണം എന്നതാ. ഇവിടെ കണ്ണ് കാണുന്നില്ല എന്നതോ മറ്റൊന്നും ഇവിടെ അതൊരു പ്രതിബന്ധമായി കാണരുത്. നമ്മൾ എന്തെങ്കിലും നിസാരമായ ഒരു കാരണം കിട്ടിയാൽ നമ്മൾ പിന്നെ അന്ന് പള്ളിയില്ല. പള്ളി പോകട്ടെ, നമസ്കാരം തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. അപ്പം ഇവിടെ നമ്മളുടെ രൂപവും ഭാവവും നമ്മളുടെ ശൈലിയും ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമല്ല. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയം ശുദ്ധിയുണ്ടോ? ഹൃദയത്തിൽ കറുപ്പ് പിടിച്ചിട്ടുണ്ടോ? കരിമ്പാറകളുണ്ടോ? ആ കരിമ്പാറകളെ തച്ചുടച്ച് പരിശുദ്ധി നേടിയിട്ടുണ്ടോ? അവനാണ് വിജയിച്ചവൻ. മലിനപ്പെടുത്തിയോ? അവൻ പരാജയൻ. ഒരു സംശയവുമില്ല. അതുകൊണ്ട് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നമ്മുടെ രൂപങ്ങളിലേക്കോ ഭാവങ്ങളിലേക്കോ അല്ല. അള്ളാഹു നോക്കുന്നത് കൃത്യമായി നമ്മൾ ചെയ്യുന്ന നിഷ്കളങ്കമായ നമ്മുടെ അമലിലേക്കാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. ഇത് ഏതെങ്കിലും ആളുകളെ ബോധിപ്പിക്കാനുള്ളതല്ല. ആ നിലക്കുള്ള അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെന്തു വേണം? നമ്മളൊരു തീരുമാനമെടുക്കണം. പടച്ചവനെ, ഞാനിതാ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഓരോ കർമ്മങ്ങളും ഓരോ ഇബാദത്തുകളും അത് കൃത്യവും വ്യക്തവുമായിരിക്കും. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു മാസമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത്. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്തുമാത്രമുണ്ട് എന്നത് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ആ ഖുർആനിലേക്ക് നമ്മളൊന്ന് മടങ്ങണം. ഖുർആൻ വായിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെയൊക്കെ പോരായ്മയാണ് യഥാർത്ഥത്തിൽ ഈ ജാതി ഏടാകൂടങ്ങളൊക്കെ കയറി വരുന്നത്. ഖുർആൻ പഠിക്കുന്നില്ല, ചർച്ചാ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകുന്നില്ല, ഇൽമിയായ സദസ്സുകളിലേക്ക് നമ്മുടെ ന്യൂജൻ തീരെ വരുന്നില്ല. ഇതൊക്കെയാണ് ഈ സമൂഹം പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമ്മൾ നടത്തണം. പണ്ട് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, ദീനിയായ ക്യാമ്പുകൾ. ഇന്ന് ക്യാമ്പുകളില്ല. പഠന സെഷനുകൾ ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കൃത്യമായ ദീനിയായ ഇൽമുകൾ നമ്മുടെ സമൂഹത്തിന് നൽകാൻ നമ്മൾ പരിശ്രമിച്ചു എങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെട്ടവരായിരിക്കും. ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിയെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അല്ലാഹു തആല അതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ഒട്ടനേകം ആളുകൾ വീടുകളിലും ആശുപത്രികളിലും വേദനകൾ കടിച്ചമർത്തി വളരെയധികം പ്രയാസപ്പെടുന്ന ആയിരങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ സഹപാഠികളൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി, പലരും മൺമറഞ്ഞു പോയി. അല്ലാഹുവേ, നിൻ്റെ വിളിക്കുത്തരമേകി ഒരു ദിനം ഞങ്ങളും വരാനുണ്ട്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അവരെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും അല്ലാഹുവേ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم لا تخزنا يوم القيامة، اللهم
ലാ തുഖ്സിന യൗമൽ ഖിയാമ അല്ലാഹുമ്മ ലാ തുഖ്സിന യൗമൽ ഖിയാമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയുടെ കളക്ഷനുണ്ട്. എല്ലാ ആളുകളും പരമാവധി സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.